ഒരാൾ സിംഹാണെങ്കിൽ മറ്റേ കടുവ എന്നാണ് ജാതകം നോക്കാൻ ജോത്സ്യൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കണ കാര്യം. മാട്രിമോണിയിലായിരുന്നു ആദ്യത്തെ കൂടിക്കാഴ്ച എന്ന് മാത്രമല്ല, സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 6-7 മാസം ആയതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രശ്നമായിട്ട് ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. രാത്തേന് 7 ചൊവ്വയുള്ള പെണ്ണിന് 7 ചൊവ്വയുള്ള ചെക്കനെ കിട്ടുന്ന ചില്ലറ കാര്യമാണ്. ആദ്യത്തെ മാട്രിമോണി കാഴ്ചയിൽ ചെക്കനെ എറണാകുളംകാരനായതുകൊണ്ടും മാത്രമല്ല പോരാത്തിന് ജിമ്മനല്ലാത്തത് കൊണ്ടും റിജക്റ്റ് ചെയ്ത എൻ്റെ അടുത്ത് നീ ആരാ ഐശ്വര്യ റയ്യ എന്നാണോ നിന്റെ വിചാരം എന്ന് ചോദിച്ച അമ്മയെ ഞാൻ ഇന്നും ഓർക്കുന്നു. ആദ്യത്തെ ഫോൺ കോൾ തന്നെ സംസാരപ്രിയനായ ഇദ്ദേഹം കണ്ണൂരുകാരിയായിരുന്ന എൻ്റെ എറണാകുളംകാരെക്കുറിച്ചുള്ള അഭിപ്രായം അങ്ങനെ അങ്ങ് മാറ്റിമറിച്ചു. അങ്ങനെ നീണ്ട 6 മാസം ഈ ചെറുക്കനെ അല്ലാതെ ഭൂമിയിലെ ഏതൊരു ചെറുക്കനെ കൊണ്ടു തന്നാലും എനിക്ക് കെട്ടാൻ പറ്റത്തില്ല എന്നൊരു ആറ്റിറ്റ്യൂഡായി പിന്നെ എനിക്ക്. അങ്ങനെ ജാതകം നോക്കാൻ ജോത്സ്യനടുത്ത് പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അത് കേൾക്കണേ. എന്ത് ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ ഒരാൾ കടുവയാണെങ്കിൽ മറ്റേ സിംഹാണെന്നുള്ളത്. പക്ഷെ ജാതകം നോക്കി ജോത്സ്യൻ അപ്പം തന്നെ പറഞ്ഞായിരുന്നു കുഴപ്പമില്ല, രണ്ടുപേരും കൂടെ കൈമുട്ടിയാലല്ലേ ഒച്ചയുണ്ടാവുള്ളൂ എന്നുള്ളത്. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വർഷമൊക്കെ 2 കൈയും കൂട്ടിമുട്ടിപ്പിക്കാതിരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു രണ്ടുപേരും. അതുകൊണ്ട് തന്നെ പൊട്ടലും ചിറ്റലുകളൊക്കെ വേറെ വഴിയിലെ കൂടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നീണ്ട 5 വർഷം. അതിൽ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, ഒരാൾക്ക് വേണ്ടി മറ്റേ ഫോഴ്സ്ഫുള്ളി മാറേണ്ട ആവശ്യമൊന്നുമില്ല. ചില സമയങ്ങളിൽ 2 കൈയും കൂട്ടിമുട്ടിയെന്ന് വെച്ച് വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നേ. ജീവിതമല്ലേ, കുറച്ച് തട്ടലും മുട്ടലൊക്കെ ആവാം, അല്ലാതെ അതിൽ എന്താ ഒരു രസം? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് വേണ്ടി മറ്റേ മാറുന്നതിലല്ല കാര്യം, മറിച്ച് അവരിങ്ങനെയാണ്, അവരിങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നുള്ള അക്സെപ്റ്റൻസ്. സോ അതിലാണ് കാര്യം. അങ്ങനെ ഇന്നത്തേക്ക് ഇംപെർഫെക്റ്റ്ലി പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ 5 കൊല്ലം തികയാണ്. സോ ഹാപ്പി ആനിവേഴ്സറി ടു മൈ പെർഫെക്റ്റ് ഹസ്ബൻഡ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ അക്സെപ്റ്റിംഗ് ദ വേ ഐ ആം ബൈ യുവർ ഇംപെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആവാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഭാര്യ. അപ്പം എന്നത്രേ ഉള്ളൂ. ടാറ്റാ.